Or in the other subject affect the nature around it. The poetry is the only thing that can create something out of nature and make it more beautiful than that was originally. Poetry is not enclosed within the narrow warrant of gift. He alludes to poetry as nature's golden age in time, the grief of mythology, of total peace of prosperity. As he was also a renowned poet, his criticism was connected to his work too. Dr. Johnson considered the father of the writer who thought to determine upon the principle of merit of composition. Boost is the secret of my energy. ഓർമ്മ എന്തിന്റെ പോയി കിടന്ന് ഉറങ്ങു വച്ചേ? പറ്റില്ല. നാളെ സാറങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ഞാൻ കുടുങ്ങും. പിന്നെ ഈ ഡിഗ്രി +2 പോലെയല്ല എന്റെ ഊജിമോളെ, കുറച്ച് ടഫാ. ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത്? ഓ, അതാവുമ്പോ ഞാൻ ഗാർഡനറിയിലേക്ക് പോയിനെ. ഇതാവുമ്പോ ഡിഗ്രിയും കഴിഞ്ഞ് ബിഎഡും പഠിച്ച് ഒരു ടീച്ചർ ആവാലോ. നിന്റെ മമ്മിക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? മമ്മി മര്യാദക്ക് പഠിച്ചില്ലല്ലേ? ഒന്ന് പോടി. നിന്നെക്കാൾ നന്നായി പഠിക്കുമായിരുന്നു എന്റെ മോള്. അന്ന് എന്റെ കയ്യില് പൈസ ഇല്ലാതെ പോയി. ഈ കണ്ട ടെക്സ്റ്റൈലിലൊന്നും ജോലി ചെയ്യേണ്ടവളല്ല എന്റെ മകള്. ഓ, മതി സെന്റി കഥ. അല്ല, ഓജിയുടെ പുന്നാരമോൾ എവിടെ? കണ്ടില്ലല്ലോ. അവളിന്ന് വൈകൂന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ല, നിനക്ക് എന്താ അവളോട് ഇപ്പൊ ഇത്ര ദേഷ്യം? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് അവളോട് ഒരു ബഹുമാനവും ഇല്ലല്ലോ. ഓ പിന്നെ, ഇങ്ങോട്ടുള്ളല്ലേ അങ്ങോട്ടും കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെങ്ങനെയാ? എന്നെ കാണുമ്പോ ചാടിക്കടിക്കാൻ വരല്ലേ? മാതാപിതാക്കൾ എന്ന് പറഞ്ഞാലേ മക്കൾക്ക് പൈസ മാത്രം കൊടുത്താ പോരാ, കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അതിന് അമ്മയ്ക്ക് അതിനൊന്നും സമയമില്ലല്ലോ, ആകെ തിരക്കല്ലേ. അതെടി, രാവിലെ തൊട്ട് പണിക്ക് പോകാതെ നിന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കാം. അതാവുമ്പോ പൈസ നിന്റെ അപ്പം കൊണ്ട് തരുമല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണോ? മനുഷ്യൻ രാവിലെ തൊട്ട് പണിയെടുത്ത് നടുവൊടിഞ്ഞിട്ടാ വരണേ. അപ്പൊ കേൾക്കാൻ പറ്റിയ വാക്കുകളാണല്ലോ പുന്നാര മോള് പറഞ്ഞേ. നീ അത് വീട്, നീ പോയി കുളിച്ചിട്ട് വന്നേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇതുവരെ എന്തെങ്കിലും കുറവ് വിളറിയിച്ചിട്ടുണ്ടാ? ഭക്ഷണത്തിന് ഭക്ഷണം, ഡ്രസ്സിന് ഡ്രസ്സ്, പിന്നെ കൂട്ടുകാരുടെ കൂടെ ടൂർ പോണെന്ന് പറയുമ്പോ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കി കൊടുക്കണേ. മമ്മി എന്തിനീ കണക്ക് പറയണേ? എന്നാ പിന്നെ എന്റെ ഡാഡിയോട് വിട്ടാ മതിയായിരുന്നില്ലേ? ആരെങ്കിലും പറഞ്ഞ കോടതിയിൽ നിന്ന് കണ്ണീരൊഴുക്കി എന്നെ കൊണ്ട് എടുത്തോണ്ട് വരാൻ? ഇല്ലല്ലോ. നീ എന്തൊക്കെയാ പറയണേ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി. അല്ല, ഭക്ഷണം കഴിച്ചിട്ട് പോ. എന്തിനാ എന്റെ വയറ് നടക്കും? നീ എന്ത് പണിയാ കാണിച്ചേ? അവൾക്ക് എന്ത് വിഷമായിട്ടുണ്ടാവും? അപ്പൊ എനിക്ക് വിഷമൊന്നുമില്ലല്ലോ. അന്നക്കുട്ടിക്ക് വിഷമായി എന്നറിയാം. നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെ. അവളെന്റെ മോളും നീ എന്റെ പേരക്കുട്ടി. സാരമില്ല, ഇനി എന്തായാലും കിടന്നുറങ്ങാൻ നോക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെന്താ? വിശക്കുക. ഒരാവേശത്തിനാണെങ്കിൽ എനിക്ക് പോരുകയും ചെയ്ത്. എന്നാ വാ, ഞാൻ നിനക്ക് വിളമ്പിത്തരാം. വേണ്ട. എന്നിട്ട് ഓജിമോള് തന്നെ മമ്മിയുടെ അടുത്ത് പോയി പറയും. എന്റെ അഭിമാനം അതിന് സമ്മതിക്കും. അന്ന് ഒരു കാര്യം ചെയ്യും, ആ അഭിമാനം കെട്ടിപ്പിടിച്ച് എന്റെ മോള് കിടന്നോ. എന്റെ വിഷമം അതല്ലാന്നേ. മമ്മിയുടെ അടുത്ത് പറഞ്ഞ സെറ്റ് ആക്കി ഒരു 400 രൂപ എടുക്കാന്ന് വിചാരിച്ചതാ. ഇനി അത് നടക്കില്ലല്ലോ, അത് പോയി കിട്ടി. അതെന്തിനാ നിനക്കിപ്പോ 400 രൂപ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഒരു ഫ്രണ്ട് ജിജിയെ കുറിച്ച്? അവളെ 3 തവണ എനിക്ക് ഷേക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. ഒരു തവണയെങ്കിലും ഞാൻ അവൾക്ക് ഷേക്ക് മേടിച്ചു കൊടുക്കണ്ടേ? അഭിമാനം. ഒരു ഷേക്കിന് 400 രൂപയോ? 400 അല്ല, 200. പിന്നെ അവള് കഴിക്കുമ്പോ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അതും നല്ല സൂപ്പർ ആയിട്ടാ. സുരേന്ദ്രേട്ടന്റെ സ്പെഷ്യലാ. ഒരു തവണ കഴിച്ചാ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഓജിമോളെ കൊണ്ടൊരു ദിവസം കോളേജിൽ പോകുമ്പോ ഞാൻ മേടിച്ചു തരാം. തൽക്കാലത്തേക്ക് 400 രൂപ ഞാൻ തരാം. ഓ, താങ്ക് യു. പക്ഷെ ഒരു സംശയം. എന്ത് സംശയം? ഈ 2-3 പ്രാവശ്യം ഷേക്ക് മേടിച്ചു തന്ന ജിജി കൂട്ടുകാരിയാണോ അതോ കൂട്ടുകാരനാണോ? ഓ, ഇതാണ് യോജിക്കാരുടെ കുഴപ്പം. വെറുതെ ഓരോന്ന് ആലോചിച്ച് അങ്ങോട്ട് അസ്യൂം ചെയ്യും, എന്നിട്ട് ഡൗട്ട് അടിക്കും. പിന്നെ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കും. ഇതാണ് ജിജി, പെൺകുട്ടി. മതിയില്ലേ? ഇവിടെ ഒട്ട് മാറിയില്ലേ? ഓ, പക്ഷെ ഓജിമോളുടെ ഊഹം കറക്റ്റ് ആട്ടോ. ഒരാൾക്ക് എന്നോടൊരു ക്രഷ് ഉണ്ട്, ആൽബർട്ട്. ആൽബർട്ടോ? പിന്നെ കോളേജിൽ പഠിക്കുന്ന പയ്യനാ? Happy birthday to you, happy birthday to you, happy birthday to dear Gigi, happy birthday to you.
ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. വീട്ടിലാഘോഷില്ലേടി? നിന്നോട് വീട്ടിലാഘോഷിച്ചില്ലേന്ന്. എന്താ ചോദിച്ചേ? വീട്ടിലാഘോഷിച്ചില്ലേന്ന്. പിന്നെ ആഘോഷിച്ചാന്നാ? ഒന്നും പറയണ്ട, രാവിലെ എണീറ്റപ്പോ തന്നെ സർപ്രൈസ് ആയിരുന്നു. അനിയൻകുട്ടനെ ഒരു ബക്കറ്റ് വെള്ളം വീതുകൊണ്ട് ഒഴിച്ചു. ബെഡില് ഫുള്ള് വെള്ളായിരുന്നു. കൊള്ളാലോ. ആദ്യമായിട്ടാ എഴുന്നേറ്റപ്പോ തന്നെ ഒരു കുളി. അപ്പൊ കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടായില്ലേ? ചോക്ലേറ്റ് റഫിൾ ആയിരുന്നു. മമ്മി ഡാഡി അവനൊക്കെ ചേർന്ന് എല്ലാം മുഖത്ത് തേച്ചു. എത്ര കഷ്ടപ്പെട്ട ഫേസ് ഇങ്ങനെ ആയെന്നറിയോ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ലാടി. നീ കാര്യം പറ. നിങ്ങളൊക്കെ എത്ര ഹാപ്പിയാ. നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ എനിക്ക് നിന്നോട് അസൂയ തോന്നാ. എന്തേ, നിന്റെ വീട്ടിലെ സീനാണോ? ആടി, മമ്മി ഇന്നലെ വെറുതെ ആവശ്യം അലമ്പുണ്ടാക്കി. അമ്മ ടെററാണല്ലോ കുറച്ച്. അപ്പൊ അമ്മൂമ്മയോ? അമ്മൂമ്മ സൂപ്പറാ. ഞാൻ ഓജിമോളിനെ വിളിക്കാം. ഓൾഡ് ജനറേഷൻ. തള്ള വൈബാവോ? അമ്മൂമ്മന്റെ ബെസ്റ്റിയാ. ചെറുപ്പം തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മൂമ്മയുടെ അടുത്താ പറയാം. ഞാനും അതെ, ഞാനും എല്ലാ കാര്യങ്ങളും അമ്മൂമ്മയുടെ അടുത്താ പറയാറ്. കഴിഞ്ഞ ദിവസം എന്റെ അമ്മൂമ്മയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന്. ഫസ്റ്റ് സൈറ്റിൽ തന്നെ എനിക്ക് അവളെ സ്പാർക്ക് അടിച്ചു. ആൻഡ് ഐ ലവ് യു. ഞാൻ എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാ. ഇതാ ഇവൾക്കറിയാം. പറഞ്ഞു കൊടുത്തോളാം എന്നെ കുറിച്ച്. അയ്യോ മറന്നു, ഹാപ്പി ബർത്ത്ഡേ. റിപ്ലൈ എന്താണെങ്കിലും വൈകിട്ട് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. കുഞ്ഞു മോളെ ഗോൾഡൻ ചാൻസ് ആണ്, വിട്ടുകളയല്ലേ. ആൽബർട്ട് എന്റെ കൂടെ +2 പഠിച്ചതാ. ഡാഡി റിച്ച്, മമ്മി റിച്ച്. ഈ ഒരു ചേട്ടനുണ്ട് UK-ല്, അവൻ അതിനേക്കാൾ റിച്ച്. അതിന് ഞാൻ റിച്ചല്ലോ. അതാ പറഞ്ഞേ വിട്ടുകളയല്ലേന്ന്. അവൻ ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്തല്ലേ? ആലോചിക്കാം. അവരൊരു കല്യാണ വീട്ടിൽ പോയിരിക്കാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ വരാത്തേന്ന് അവര് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? എന്തു പറയാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. റീസൺ ഞാൻ പറയട്ടെ. എന്ത് റീസൺ? പെൺകുട്ടികൾ സ്ഥിരം പറയുന്ന കാരണം. എന്ത്? പീരീഡ്സ്. നീ ഒന്ന് പോയേ. ഞാൻ പോവാം, പക്ഷെ എനിക്കറിയാം ഇതാ കാരണം. നിനക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടാ? അയ്യോ ദേഷ്യപ്പെടല്ലേ. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഡാഡിനെയാണോ മമ്മീനെയാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ ഡാഡിയെ ശരിക്കും മിസ്സാവുന്നുണ്ട്. എന്റെ 2ാമത്തെ വയസ്സിലായിരുന്നു അവരുടെ ഡിവോഴ്സ്. അന്ന് മമ്മി കോടതിയിലാകെ കരഞ്ഞ് സീനാക്കിയിട്ടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നാ പറഞ്ഞു കേട്ടത്. നിനക്ക് ഡാഡിയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഇല്ലടാ, പുള്ളി ഇപ്പൊ വേറെ മാരേജ് ഒക്കെ കഴിഞ്ഞ് പുറത്താന്നാ കേട്ടത്. യു മീൻ ഔട്ട്സൈഡ് ഇന്ത്യ? ഉം. ഓ അപ്പൊ പുള്ളി റിച്ച് ആണല്ലേ? പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ വരുമ്പോ എനിക്ക് തോന്നാറുണ്ട് അന്ന് മമ്മിക്ക് പകരം ഡാഡി എന്നെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. അത് സാരില്ലടി, ഡിഗ്രി കഴിയുന്നതോടെ ഞാൻ നിന്നെ കെട്ടും. പിന്നെ നിനക്കൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവില്ല. ഒരു 3-4 ജനറേഷൻ ഉള്ളതൊക്കെ എന്റെ ഡാഡി ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. എടി പിന്നെ നിന്റെ ലൈഫിലെ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോ നിന്നോടുള്ള ഇഷ്ടം കൂടി വരാ. എനിക്കിപ്പൊ നിന്നെ കാണാൻ തോന്നാ. ഇപ്പഴാ? ഇപ്പൊ എങ്ങനെ? അവിടെ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞ്, ഞാൻ അങ്ങോട്ട് വന്നാലോ? നീ ഒന്ന് പോയേ. എടി പ്ലീസ്. അതൊന്നും നടക്കില്ല. എന്നാ നീ വീഡിയോ വിളി. വേണ്ട വേണ്ട. അതെങ്കിലും സമ്മതിക്കടി പ്ലീസ്, എനിക്ക് നിന്നെ കാണണം. എടാ ഞാൻ വെൽ ഡ്രസ്ഡ് ഒന്നും അല്ല ഇപ്പൊ. ഓ പിന്നെ എന്റെ അടുത്തല്ലേ, ഡ്രസ് ഇല്ലേലും കുഴപ്പമില്ല. എന്താന്ന്? അല്ല ഡ്രസ് ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല, എന്തായാലും ഞാൻ എല്ലാം കാണാളല്ലേ. നീ പോടാ പട്ടി. നമുക്ക് ക്യാപ്റ്റാണ്, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു. വീട്ടിൽ ഡാഡി ഇല്ല, ഡിവോഴ്സ്ഡ് ആണ്. അമ്മയാണെങ്കിൽ ഏതോ ഒരു കടയിൽ സെയിൽസ് ഗേൾ. പിന്നെ ആകെ ഉള്ളതൊരു അമ്മൂമ്മയും. ഞാൻ എല്ലാവരും ഇത് സെറ്റാക്കി വരുമായിരുന്നു. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു വീഡിയോ കോള്. നീ എന്ത് സെറ്റാക്കിയെന്ന്? ഞാനും സെറ്റാക്കിയതാ. അവൾ മാരേജിന് വരാൻ റെഡി ആയിരുന്നു. പിന്നെ ഇപ്പൊ ഉണ്ടായ ഈ പ്രോബ്ലം അത് ഞാനായിട്ട് തീർത്തോളാം. ആൽബർട്ട്,
ഡ്രഗ്സ് ആൻഡ് സെക്സ്. നീ ഇപ്പൊ ഒന്ന് പിടി. അവളെ സെറ്റായി കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ അയക്കും. രണ്ടാളോടും അവളെ വിട്ടേക്കരുത്. നീ വിഷമിക്കണ്ട, എൻ്റെ മോള് സ്ട്രോങ് അല്ലേ. അവൻ്റെ ഉദ്ദേശം മനസ്സിലായപ്പോഴേ മോള് കോള് കട്ടാക്കിയില്ലേ, അത് മതി. നീ എന്നെ എന്താ വിളിക്കാറ്? OG, ഓൾഡ് ജനറേഷൻ. നിങ്ങൾ NG, ന്യൂ ജനറേഷൻ. സാധാരണ ന്യൂ ജനറേഷൻകാർ ഓൾഡ് ജനറേഷൻകാരോട് ഒന്നും തുറന്ന് സംസാരിക്കാറില്ല. പക്ഷേ എൻ്റെ മോൾ അങ്ങനെയല്ലല്ലോ, എല്ലാം അമ്മയോട് പറയാറില്ലേ. അതന്നെ വലിയ കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം നമ്മൾ തന്നെ കാത്തുസൂക്ഷിക്കണം. മറ്റുള്ളവർക്കത് കാണണമെന്നൊക്കെ തോന്നും, പക്ഷേ എന്തൊക്കെ കാണിക്കണമെന്നും എന്തൊക്കെ കാണിക്കരുതെന്നും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കണം. നിന്റെ ഡാഡിയും മമ്മിയും ഡൈവോഴ്സ് ആയത് എങ്ങനെയാണെന്ന് അറിയോ മോൾക്ക്? അതൊന്നും നിന്നെ അറിയിക്കേണ്ടെന്ന് നിന്റെ മമ്മിയോട് പറഞ്ഞത് ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അത് നീ അറിയണം. നിന്റെ ഡാഡി ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ അയാൾ കണ്ട വൃത്തികെട്ട വീഡിയോസ് നിന്റെ മമ്മിയുടെ ശരീരത്തിൽ പരീക്ഷിക്കുകയായിരുന്നു. കാമഭ്രാന്ത്. ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ എൻ്റെ മോൾക്ക് സന്തോഷമല്ല, പേടിയായിരുന്നു. അയാള് നിന്നെ ആ കണ്ണുകൊണ്ട് കാണുമെന്നുള്ള പേടി. അവളുടെ ഊഹം തെറ്റിയില്ല. കൈക്കുഞ്ഞായിരുന്ന നിന്നോടുള്ള അവന്റെ നോട്ടം പോലും അങ്ങനെയായിരുന്നു. സത്യത്തിൽ നിന്റെ ഭാവിയോർത്ത് മാത്രം അവൾ വിവാഹമോചനം ആവശ്യപ്പെട്ടത്. കോടതി നിന്നെ കിട്ടാൻ വേണ്ടി കരഞ്ഞു വാദിച്ചത്. ഓജിമോൾക്ക് എങ്ങനെ മനസ്സിലായി എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന്? എടീ, കൂടെ കിടക്കുന്നവനല്ലേ എരാപ്പനി അറിയോ? എന്ന് വെച്ചാ എന്റെ മോള് കുറെ ദിവസങ്ങളായി അമ്മൂമ്മയുടെ കൂടെ കിടക്കാറില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി എന്റെ മോളെ ഏതോ ട്രാപ്പിൽപ്പെട്ടിട്ടുണ്ടെന്ന്. ഓ അങ്ങനെ. പിന്നെ ഞാൻ ഈ ഓജിന് ഫുൾ ഫോം ഒന്ന് മാറ്റാട്ടോ. പുതിയത് എന്താണാവോ? ഓൾഡ് ഈസ് ഗോൾഡ്.